ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഇസ്ലാമിലെ ഈസ യേശുക്രിസ്തു എന്നുള്ള ഒരു താരതമ്യ പഠനമാണ്. പലപ്പോഴും നമ്മൾ ഇസ്ലാം മത സഹോദരന്മാർ ഇങ്ങനെ പറയുകയുണ്ടാവും, ഇസ്ലാം പറയുന്ന ഈസ നിങ്ങളുടെ യേശുവാണ് എന്നുള്ളത്. പക്ഷെ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറേ കെട്ടുകഥകളും ഘ്രിസ്തുവിനെ എത്രയധികം അവഹേളിക്കുവാൻ കഴിയുന്നുവോ, എത്രയധികം യേശുക്രിസ്തുവിൻ്റെ രക്ഷാപദ്ധതിയെ തള്ളിക്കളയാൻ കഴിയുന്നുവോ അതുപോലെ തള്ളിക്കളയുന്ന ഒരു ഘട്ടമാണ് നമുക്ക് കാണാൻ കഴിയും. ഈസ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ പറയുന്നു: മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് 1-ാമത്തെ മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അത് മനുഷ്യർ കാണുകയെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൻ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നു കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. ദൈവത്തെ അനുകരിക്കുവാൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും സാത്താൻ്റെ പദ്ധതി. ആദ്യത്തെ സഭ ആരംഭിച്ച ആദ്യത്തെ 400 വർഷത്തോളം വളരെയധികം ക്രൂരമായ പീഡനങ്ങളിലും കൊലപാതകമൊക്കെ നടത്തിയിട്ടും വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഏകദേശം 600 വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്ലാമിൻ്റെ ഉദയം. ആ ഉദയത്തിൽ കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാം എപ്പോഴും സമാധാനത്തിൻ്റെ മതമായിട്ടാണ് ലോകത്ത് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അറിയിക്കുവാൻ ശ്രമിക്കുന്നത് അതിൻ്റെ അനുയായികൾ. എന്നാൽ അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. നമ്മൾ പലപ്പോഴും നവമാധ്യമങ്ങളിലൂടെ കാണാറുണ്ട്, ജിഹാദിന് വേണ്ടി പോകുന്ന മനുഷ്യർ കുലവിളി നടത്തുന്നത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഇന്നത്തെ ആധുനിക ലോകത്ത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമല്ല അത്. പക്ഷെ കുറച്ചും കൂടി വിശദീകരണം ആവശ്യമാണ്. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന യേശുക്രിസ്തുവും ഈസയും തമ്മിലുള്ള വ്യത്യാസം, ഖുറാനും ഹദീസുകളും എങ്ങനെയാണ് അതിനെ മുന്നോട്ട് ചെയ്യുന്നത്. ഇവിടെ പറയുന്ന ഈസ എന്ന് പറയുന്നത് ഈസയെ മുന്നോട്ട് കൊണ്ടുവന്ന് ഒരു അനുകരണം ചെയ്യുകയാണ്. യേശുക്രിസ്തുവിനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് തന്നെ, അപ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ, ഈസ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ നിർത്തിക്കൊണ്ട് സാത്താൻ ഈസയെ പ്രൊമോട്ട് ചെയ്യണം. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കും മുന്നോട്ട് പോകുമ്പോൾ. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. അതായത് ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു യഥാർത്ഥത്തിൽ അവരുടെ ഇമാം മഹദി എന്ന് പറയുന്ന ആളായിട്ടാണ് വെളിപ്പെടുന്നത്. ഇമാം മഹദി യേശുക്രിസ്തുവിനെ എതിർക്കുകയാണ്. പക്ഷെ ഇമാം മഹദിയും യേശുക്രിസ്തുവും ഒരുമിച്ച് തൗബ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം എതിർ ക്രിസ്തു അവതരിപ്പിക്കുന്നത് ഒരു തെറ്റായ പ്രവാചകനെയാണ്. അത് ഈസയാണ്. യേശുക്രിസ്തുവിനെ ഈസയാക്കി മാറ്റിയിരിക്കുകയാണ്. 666 മൃഗത്തിന്റെ സംഖ്യ, ദാബത്തലർ എന്ന് പറയുന്ന മൃഗം, അത് ഭൂമിയിൽ നിന്ന് കയറി വരുമെന്നും അതിനെ തോൽപ്പിക്കാനാണ് യേശുക്രിസ്തു അല്ലെങ്കിൽ ഈസ വരുന്നതെന്നൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. ഈ യേശുക്രിസ്തു ഫൈറ്റ് ചെയ്യുന്നതും സഹായിക്കുന്നതും ഇസ്രായേലിന് ചുറ്റുവട്ടമുള്ള രാജ്യങ്ങളെയാണ്. എന്നാൽ ദജ്ജാൽ ഈസ് ഫിത്ന ഓഫ് ഇസ്ലാമിക് വേൾഡ്. ദജ്ജാൽ വരുന്ന ഇസ്ലാമിക് വേൾഡിൽ ഫിത്തന ഉണ്ടാക്കാനാണ്. മിസ്റ്ററി ബാബിലോൺസ് ഡിസ്ട്രക്ഷൻ, അതായത് ബാബിലോണിന്റെ ന്യൂ ബാബിലോണിനെ ഡിസ്ട്രക്ഷൻ ചെയ്യാനാണ് യേശുക്രിസ്തു വരുന്നത്, തകർക്കാൻ. അല്ലെങ്കിൽ മിസ്റ്ററി ബാബിലോണിന്റെ ഡിസ്ട്രക്ഷൻ, അതിലാണ് എതിർ ക്രിസ്തു വെളിപ്പെടുന്നത്. പക്ഷെ മെക്ക ഡിസ്ട്രക്ഷന് വേണ്ടിയാണ് ഈ ദജ്ജാൽ വരുന്നത്. അപ്പം
ബാബിലോണിന്റെ തകർച്ചയ്ക്ക് വേണ്ടി വരുന്ന ആന്റി ക്രൈസ്റ്റ്, ഫാൾസ് പ്രോഫറ്റ്, ഇത് തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു ചാർട്ട് നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മുന്നോട്ടുള്ള വിശദീകരണം പോകുമ്പോൾ മനസ്സിലാവും. എതിർ ക്രിസ്തു. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അപ്പൊ സമുദ്രത്തിൽ നിന്ന് കയറുന്ന മൃഗം, ഈ സമുദ്രം എന്നുള്ളതിനെ കുറിച്ച് ബൈബിൾ തന്നെ, ഇപ്പൊ ബൈബിളിനെ കൊണ്ട്, ബൈബിൾ വചനം ബൈബിളിനെ കൊണ്ട് വിശദീകരിക്കുന്നതാണ് യഥാർത്ഥ ഒരു കമന്ററി അല്ലെങ്കിൽ വ്യാഖ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ വെളിപ്പാട് ദിവസം 17:15 തന്നെ പറയുന്നുണ്ട്, പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടത് വേശ്യയിരിക്കുന്നതുമായ, വേശ്യ എന്ന് പറയുന്നത് വിഗ്രഹാരാധനയിൽ മുഴുകിയിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെയാ പറയുന്നത്. സത്യദൈവത്തെ ആരാധിക്കാതെ വിഗ്രഹാരാധകരായി പോകുന്നവരെ പരസംഗം ചെയ്യുന്ന അല്ലെങ്കിൽ വേശ്യകളോട് ഉപമിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് പഴയ നിയമത്തിൽ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. അപ്പോൾ സമുദ്രം എന്നുള്ളത് മനസ്സിലായല്ലോ. സമുദ്രം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന കടൽ അല്ല, അല്ലെങ്കിൽ വെള്ളം എന്നുള്ള ഒരു സിസ്റ്റത്തിലല്ല അത് പറഞ്ഞിരിക്കുന്നത്. ഇത് ആലങ്കാരിക പ്രയോഗമാണ്. വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. അപ്പൊ ഇവിടെ ആദ്യത്തെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, മഹാസർപ്പം കുഞ്ഞാടിനുള്ളതുപോലെ കൊമ്പുണ്ടായിരുന്നു. അപ്പൊ മഹാസർപ്പമായി ഇപ്പോ സമുദ്രത്തിൽ നിന്ന് കയറുന്നത് എന്താണ്? എതിർ ക്രിസ്തു. എങ്ങനെയാ സമുദ്രത്തിൽ കയറുന്നത്? മഹാസർപ്പം വരുന്നു, എതിർ ക്രിസ്തു എവിടുന്നാ വരുന്നത്? സമുദ്രത്തിൽ നിന്ന്. ആ സമുദ്രം എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിന്ന്, വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. അപ്പൊ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം, വലിയ കൂട്ടം ജനത്തിന്റെ ജനസമുദ്രത്തിൽ നിന്നാണ് ആര് വരുന്നത്? മൃഗം, എതിർ ക്രിസ്തു. അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് എന്താണ്? അവിടെ പറയാം, മഹാസർപ്പം കുഞ്ഞാടിനുള്ളതുപോലെ സംസാരിച്ചു. അപ്പൊ മഹാസർപ്പം ഈസയുടെ രൂപത്തിൽ കുഞ്ഞാടിനുള്ളതുപോലെ അവിടെ നിൽക്കുകയാണ്. എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ഈ സമുദ്രത്തിൽ നിന്ന് കയറുന്നത് കണ്ടു. സമുദ്രത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാം മഹദി, അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാം സമൂഹത്തിന്റെ ആ വലിയ ജനക്കൂട്ടത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഈ ഇമാം മഹദി വെളിപ്പെടുന്നത്. ഇമാം മഹദി വരുന്നത് എന്തിനാ? ഇമാം മഹദി വന്നിട്ട് യേശുവിനെ പ്രൊമോട്ട് ചെയ്യാണ്. യേശു എന്ന് പറഞ്ഞാൽ അവരുടെ ഈസ. പക്ഷെ ഈസ എന്ന് പറയുന്നത് പഴയ സർപ്പമാണ്. അത് കുഞ്ഞാടിനുള്ളത് പോലെയാണ് സംസാരിക്കുന്നത്, പക്ഷെ സർപ്പമാണ്. ഈ സാത്താൻ എപ്പോഴും ഈ ഒരുപാട് കൊന്നും കൊലവിളിച്ചും സഭയെ മുടിക്കുവാൻ നോക്കിയിട്ട് കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന സിസ്റ്റം അനുകരിക്കുക എന്നുള്ളതാണ്. യേശുവിനെ അനുകരിക്കുക. ആ അനുകരിക്കുന്നത് തന്നെ മറ്റൊരു കഥയുണ്ടാക്കിയിട്ടാണ്. ആ കഥ, അതായത് അർദ്ധസത്യം എന്നുള്ളതാണ് അതിന്റെ മനസ്സിലാക്കേണ്ടത്. അതിപ്പോ ഒരു കള്ളനോട്ട് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആ കള്ളനോട്ടാണെന്ന് നമുക്ക് തെളിയിക്കാം. എങ്ങനെയാ തെളിയിക്കുക? അതൊരു സ്കാനറിലൂടെ കടത്തി വിട്ടാൽ മതി. ഒരു നല്ല നോട്ടുണ്ടെങ്കിൽ അത് നല്ല നോട്ടാണ്, അത് അത് ഒറിജിനൽ നോട്ടാണെന്ന് കണ്ടുപിടിക്കാൻ അതൊരു സ്കാനറിലൂടെ കടത്തിയിട്ടാൽ മനസ്സിലാവും. എന്നാൽ പകുതി കള്ളനോട്ടും പകുതി നല്ല നോട്ടും കൂടെ കട്ട് ചെയ്ത് ഒട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, പക്ഷേ അതും ഒരു സ്കാനറിലൂടെ കടത്തി വിട്ടാൽ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. ഇവിടെ അർദ്ധസത്യമാണ് ഇസ്ലാം യേശുക്രിസ്തുവിനെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് ലോകത്തിൽ പഠിപ്പിച്ചത്. അതായത് സത്യത്തെക്കാളും നുണയെക്കാളും ഭീകരമാണ് അർദ്ധസത്യം. പകുതി സത്യം പകുതി നുണ. അപ്പൊ കുഞ്ഞാടിനുള്ളതുപോലെ കൊമ്പുണ്ടായിരുന്നു. അവിടെ വ്യക്തമായിട്ട് എഴുതി, കുഞ്ഞാടിനുള്ളതുപോലെ കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം വന്ന പോലെ സംസാരിച്ചു. കണ്ടാൽ കുഞ്ഞാടാണ്, കണ്ടാൽ യേശുക്രിസ്തു ആണ് എന്നാണ് പറയുക. പക്ഷേ
അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. ഓക്കെ, നിങ്ങൾക്ക് അതിന് കുറച്ചുകൂടെ വെളിപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. ഇതൊരു വ്യക്തിയല്ല, അതൊരു സിസ്റ്റമാണ്. ഇത് ഇന്ന് ലോകത്ത് എതിർ ക്രിസ്തുവും സാത്താനും കള്ളപ്രവാചകനും വെളിപ്പെട്ട് നിൽക്കുന്നത് ഒരു സിസ്റ്റത്തിലാണ്. അതൊരു വ്യക്തി കേന്ദ്രീകൃതമല്ല. വ്യക്തി കേന്ദ്രീകൃതമാണെങ്കിൽ പോലും അതൊരു സിസ്റ്റത്തിലാണ് നിലനിൽക്കുന്നത്. ഈ സിസ്റ്റം ഇലുമിനാറ്റി ആയിട്ടും സാത്താൻ സേവയായിട്ടും അതുപോലെ ഈ മതങ്ങളുമായിട്ടൊക്കെ ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് എതിർ ക്രിസ്തുവാണ്, ഇമാം മഹദിയാണ്. സമുദ്രം എന്ന് പറയുന്നത് ജനസമുദ്രമാണ്. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണാൻ 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എപ്പോഴും ഈ കള്ളക്രിസ്തുവിനെ ബന്ധപ്പെടുത്തുന്നത് ഈ ഞങ്ങൾ തന്നെ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് ലോകത്ത് വെളിപ്പെട്ട കുറെ പേരുണ്ട്. കുറെ കാലങ്ങളിൽ മനുഷ്യരെ എപ്പോഴും പഠിപ്പിച്ചിരുന്നത് ഞാൻ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞ അനേകർ വരും. ഇതാ ക്രിസ്തു മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടരുത്. അപ്പൊ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആളുകൾ എപ്പോഴും ഫോക്കസ് ചെയ്യപ്പെട്ടത് എങ്ങോട്ടാണ്? ക്രിസ്തു എന്ന് പറഞ്ഞ് സ്വയം പറഞ്ഞ് വെളിപ്പെട്ട് വരുന്നവരെ. അപ്പൊ അങ്ങനെയുള്ളവരെ പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. ഇത് ഓസ്ട്രേലിയയിലുള്ള ഒരു 4 ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിലുള്ള അലൻ ജോൺ മില്ലർ, AJ മില്ലർ താൻ യേശു ക്രിസ്തുവിന്റെ പുനർജന്മമാണെന്ന് അവകാശപ്പെട്ടു. സെർഗൈ ടോറോ റഷ്യക്കാരനാണ്, യേശുവിന്റെ പുനർജന്മമാണെന്ന് അവകാശപ്പെട്ടു. ഇൻട്രി ക്രിസ്റ്റോ ബ്രസീൽ, ഞാൻ യേശുവിന്റെ പുനർജന്മമാണെന്ന് അവകാശപ്പെട്ടു. അമ്മി കാർൽസൺ മദർ ഗോഡ് താൻ യേശു ക്രിസ്തുവിന്റെ പുനർജന്മമാണെന്നും ദൈവമാണെന്നും അവകാശപ്പെട്ടിരുന്നു. ഇങ്ങനെ കുറെ പേര്, ഒരു 10-20 പേര് ലോകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കള്ളക്രിസ്തുക്കൾ അനേകം വെളിപ്പെടും. പക്ഷെ കള്ളപ്രവാചകനും മഹാസർപ്പവുമായി വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു കള്ളപ്രവാചകനുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഇതിന് ശക്തമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആടുകളുടെ വേഷം ധരിച്ച് വരുന്ന ചെന്നായിക്കളെ തിരിച്ചറിയണം. കണ്ടാൽ ആട്ടിൻകുട്ടിയാണ്, പക്ഷെ ചെന്നായിക്കളാണ്, സ്വഭാവം ചെന്നായാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണെന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ. പക്ഷെ അവരുടെ പ്രവൃത്തിയിൽ അതില്ല. അതാണ് ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായി. കള്ളക്രിസ്തുക്കൾ ഒരുപാട് ലോകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ചരിത്രം നമുക്കുണ്ടല്ലോ. അതാണ് ഇപ്പൊ ഈ 4 കാണിക്കുന്നത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ പിന്നെയും കാണാൻ കഴിയും. പക്ഷേ ആട്ടിൻ തോൽ അണിഞ്ഞു വരുന്ന ചെന്നായി കണ്ടാൽ ആട്ടിൻകുട്ടിയാ, കണ്ടാൽ ക്രിസ്തു എന്ന് തോന്നും. ക്രിസ്തുവിനെയാണ് ഉയർത്തുന്നത്, ഞങ്ങളുടെ ബഹുമാന്യ പ്രവാചകനാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ യേശുവിനെ ഇത്രയധികം നിഷേധിക്കുകയും യേശു ക്രിസ്തുവിന്റെ ദൈവത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന അവരാണ്. മുന്നോട്ട് നോക്കാം. അപ്പൊ എതിർ ക്രിസ്തു അനുകരിക്കുക, അർദ്ധസത്യം ലോകത്തെ പഠിപ്പിക്കുക. ഈസ യേശുവാണെന്നും അബ്രഹാം ഇബ്രാഹിം ആണെന്നും. ഇതിന്റെ അർത്ഥമൊക്കെ വ്യത്യാസമുണ്ട്. യേശു പിതാവിന്റെ നാമത്തിൽ വന്നവനാണ്, യാഹിന്റെ നാമത്തിൽ. മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ ആകുന്നു എന്ന് പറയുന്നു. അത് മാത്രമേ ചിലർ എടുക്കുകയുള്ളൂ. തൊട്ട് അതിന്റെ മുന്നോട്ട് 2 അധ്യായം കഴിഞ്ഞാൽ വരുന്ന ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, യാഹ് എന്നാകുന്നു എന്റെ നാമം. അപ്പോ അത് എടുക്കില്ല. അനുകരിക്കുക, അത് തനിക്കാക്കി വെടക്കാക്കുക എന്നുള്ളൊരു സ്വഭാവം. പഴയ നിയമത്തിലെ കഥാപാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്തെ തള്ളിക്കളയുക. ഇതാണ് ആ അനുകരണത്തിന്റെ ഒരു വഞ്ചന. ആ വഞ്ചന പേരുകളിലെല്ലാം ഉണ്ട്. മോശയെ മൂസയാക്കി, അബ്രഹാമിനെ ഇബ്രാഹിമാക്കി, യേശുവിനെ ഈസയാക്കി. ഇങ്ങനെ ഇതിന്റെ ഒരു വഞ്ചനയെ മുന്നോട്ട് പോകുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തില്
62 വീക്ക് 62 ആഴ്ച കഴിയുമ്പോൾ എന്ത് ചെയ്യും? അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അഭിഷിക്തൻ ഛേദിക്കപ്പെട്ട് പിന്നീട് വരുന്ന 7 ആഴ്ചക്കാലം ആ ഒരു ഗ്യാപ്പാണ് പുതിയ നിയമസഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ കിത്തിയും കപ്പലുകൾ അവന്റെ നേരെ വരും. അതുകൊണ്ട് അവർ വ്യസനിച്ചു മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തിന് നേരെ ക്രുദ്ധിച്ച് പ്രവർത്തിക്കും. അവൻ മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തെ ഉപേക്ഷിക്കുന്നവരെ ആദരിച്ചുകൊള്ളും. അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരുന്ന് വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമയാഗം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അപ്പൊ വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമയാഗം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരു മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് യഹൂദൻ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇസ്രായേലിന് ചുറ്റുവട്ടമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ മഹാസമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന എതിർ ക്രിസ്തു ഇമാം മഹദിയും കുഞ്ഞാടിന് കൊമ്പുള്ളതുപോലെ കൊമ്പുള്ള ഈ ഈസയെ മുൻനിർത്തി ഇവർ പറയുന്ന സുവിശേഷത്തെ യഹൂദന്മാർ അംഗീകരിക്കുന്ന ഒരു കാലയളവിൽ അവരുമായിട്ട് സമാധാന ഉടമ്പടി ഒപ്പിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്കത് മനസ്സിലാകും. പക്ഷെ വഷളായി പോകുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്, പക്ഷെ ഉറച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളും ഉണ്ട്. അത് ആ കാലഘട്ടമാണ്. മഹോപദ്രവത്തിന്റെ ഒരു പകുതി മുതൽ അങ്ങോട്ടുള്ള സമയമാണ്. ഈ സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹൂദന്മാർ വിശ്വസിക്കുന്ന ഒരു കാര്യം, ജീസസ് ഈസ് കിങ് ഓഫ് കിങ്, ജീസസ് ഹൈ പ്രീസ്റ്റ്, അതായത് യേശുക്രിസ്തു രാജാവുമാണ്, അപ്പോൾ തന്നെ മഹാപുരോഹിതനുമാണ്. ഇതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് എതിർ ക്രിസ്തു ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നത്. എസെക്കിയേൽ പുസ്തകത്തിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവിടുന്ന് ഓടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഒരു ഇമിറ്റേഷൻ വരികയാണ്. യേശുക്രിസ്തു രാജാതി രാജാവുമാണ്, മഹാപുരോഹിതനുമാണ്. ഒരേ സമയം 2 സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇമാം മഹദി വരുമ്പോൾ ഇമാം മഹദി ഒരു രാജ്യത്തിന്റെ അധികാരിയുമായിരിക്കും, അപ്പോൾ തന്നെ ഒരു പുരോഹിതനുമാണ്. ഈ ഇമാം മഹദി പ്രൊമോട്ട് ചെയ്യുന്ന ഈസയെ യഹൂദന്മാർ അംഗീകരിക്കുന്ന ഒരു സമയം വരും. വിശ്വാസത്യാഗം സംഭവിക്കുന്ന പറയുന്നത് സഭയ്ക്ക് മാത്രമുള്ള ദൂതല്ല. വിശ്വാസത്യാഗം യഹൂദന്മാർക്കാണ് സംഭവിക്കാൻ പോകുന്നത്. ദൈവത്തെ വിട്ട് അകന്നു പോകുന്ന ഇസ്രായേൽ ജനത്തെ ഒരു ലൂപ്പ് പോലെ ഉണ്ട്. അതായത് ദൈവത്തെ വിടുന്നു, ദൈവം അവർക്ക് ശിക്ഷ നൽകുന്നു, ചുറ്റുവട്ടമുള്ള രാജാക്കന്മാർ അവരെ വന്ന് പീഡിപ്പിക്കുന്നു, അവരെ പ്രവാസത്തിൽ കൊണ്ടുപോകുന്നു, ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുന്നു, അവർക്ക് മാനസാന്തരം ഉണ്ടാകുന്നു, അവർ തിരിച്ചു വരുന്നു. ഇതൊരു ലൂപ്പാണ്. ഇങ്ങനെ ഒരു ചക്രം അവരുടെ ജീവിതത്തിൽ നടന്നതാണ്. അപ്പോൾ അവർ ആഗ്രഹിച്ചിരുന്നു ഒരു രാജാവ് വേണം നിരന്തരമായിട്ട്. പക്ഷെ അതിന് പൂർത്തിയൊന്നും സംഭവിച്ചില്ല. അവർക്ക് താൽക്കാലികമായ പുരോഹിതന്മാരെ ഏൽപ്പിച്ചിരുന്നു, പക്ഷെ ആ പുരോഹിത ശുശ്രൂഷയെല്ലാം നിന്നുപോയി. എന്നാൽ യേശുക്രിസ്തു പാപപരിഹാര ബലിയായി മരണപ്പെട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, മഹാപുരോഹിതനാണ്. അതിന് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനം. സക്കറിയ 11:17 ഞാൻ ദേശത്തിൽ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും, അവൻ കാണാതെ പോയവയെ നോക്കിയോ ചിതറിപ്പോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റയെ പൊറുപ്പിക്കുകയോ ദീനമില്ലാത്തയെ പോറ്റുകയോ ചെയ്യാതെ തടിച്ചവയുടെ മാംസം തിന്നുകയും കുളമ്പുകളെ കീറിക്കളയുകയും ചെയ്യും. കൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന തുമ്പ് കെട്ട ഇടയൻ അയ്യോ കഷ്ടം. അവന്റെ ഭുജത്തിനും വലം കണ്ണിനും വരൾച്ച, അവന്റെ ഭുജം അശേഷം വരണ്ടും വലം കണ്ണും അശേഷം ഇരുണ്ടും പോകട്ടെ. ഈ ISIS എന്ന് പറയുന്ന സംഘടന, ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാഖ് ആൻഡ് സിറിയ രൂപം കൊണ്ട സമയത്ത് അവിടെയുള്ള യസീദി വിഭാഗക്കാരെ അവർ വിഗ്രഹാരാധികളാണെന്ന് പറഞ്ഞ് അവരെ നരവേട്ടയാടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു.
അവൻ കാണാതെ പോയവയെ നോക്കി ചിതറിപ്പോയി അന്വേഷിച്ച് മുറിവേറ്റ് പൊറുപ്പിക്കുകയോ ദീനമില്ലാത്തവയെ പോറ്റുകയോ ചെയ്യാതെ തടിച്ചവയുടെ മാംസം തിന്നുകയും കുളമ്പുകളെ കീറിക്കളയുകയും ചെയ്യും. ഒരു ദാക്ഷിണ്യവുമില്ലാതെ കുഞ്ഞുങ്ങളെ അടക്കം കൊല്ലുന്ന, കൊലവിളിക്കുന്ന, അടിമച്ചന്തയിൽ കൊണ്ടുപോയി സ്ത്രീകളെ അടിമയാക്കി വിൽക്കുന്ന ഒരു കാഴ്ച ലോകമെമ്പാടും കണ്ടതാണ്. ഇന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം മനസാക്ഷി മരവിച്ചു പോകാത്ത ഇസ്ലാം മത സഹോദരങ്ങൾ താലിബാനെ തള്ളിപ്പറയുന്നു. റാഡിക്കൽ ഇസ്ലാമേഷൻ അതുപോലെ അംഗീകരിക്കുകയും ലോകത്ത് ഒരു ഇസ്ലാമിക ഭരണകൂടം വരുവാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഇസ്ലാമിക സഹോദരങ്ങൾ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു, ഇതിനെല്ലാം വൈറ്റ് വാഷ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇടയനാണ് എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ. ഈ യഹൂദന്മാർ എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരുന്നത് രണ്ട് മശിഹയാണ്. ഒന്ന് സഫറിംഗ് മശിഹ, ദ വാരിയർ മശിഹ. അതായത് ജോസഫിനെ പോലെ കഷ്ടത അനുഭവിച്ച് തങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്ന ഒരു രക്ഷകൻ, അപ്പോൾ തന്നെ യുദ്ധവീരനായി വരുന്ന ഒരു രക്ഷകൻ. ഇത് യഹൂദജനം മനസ്സിലാക്കിയിരുന്നതാണ്. അപ്പൊ യുദ്ധം ചെയ്ത് മുന്നോട്ട് വരുന്ന, അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് രാജ്യങ്ങളൊക്കെ കീഴടക്കി ഇസ്ലാം ഒരു സമാധാന ഉടമ്പടിയിലേക്ക് നിൽക്കുന്ന സമയത്ത് ഇസ്രായേലുമായിട്ടുള്ള ഒരു സമാധാന ഉടമ്പടി ചെയ്യുമ്പോൾ മുറിവേറ്റ മൃഗത്തിന് സൗഖ്യം വന്നു. ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു ഭരണകൂടത്തിന് മൂന്നാം ലോക മഹായുദ്ധത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യുദ്ധം മൂലമോ ഇപ്പോൾ ഗാസയില് ഹിസ്ബുള്ളയ്ക്കും അല്ലെങ്കിൽ അവിടുത്തെ PLOയ്ക്കൊക്കെ നേരിട്ടതുപോലുള്ള ഒരു വലിയ ആക്രമണവും യുദ്ധവും ഒക്കെ നേരിട്ട് വലിയൊരു മുറിവേൽക്കുകയും പരാജയപ്പെടുകയും ചെയ്തിട്ട് ആ മുറിവ് പുറത്തു പോയതുപോലെ കാണുകയും പിന്നീട് ആ മുറിവിൽ നിന്ന് എന്ത് ചെയ്യാണ്, വേദനയിൽ നിന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ മൃഗം പുറത്തു വരികയാണ്. എതിർ ക്രിസ്തു എന്ത് ചെയ്യാണ്, ക്രിസ്തുവിനെ അനുകരിക്കുകയാണ്. ക്രിസ്തു മുറിവേറ്റ് വളരെയധികം വേദനയോടെ മരണപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ അതിഘോരമായി മരണകരമായ യുദ്ധങ്ങൾ മൂലം മുറിവേൽക്കുന്ന ഈ മൃഗം, ഈ സിസ്റ്റം എന്ത് ചെയ്യാണ്, ഒരു രക്ഷകനായി എഴുന്നേറ്റ് വരുന്നു, ക്രിസ്തുവിനെ അനുകരിക്കപ്പെടുകയാണ്. അപ്പൊ ഇത് കാത്തിരിക്കുന്ന യഹൂദന്മാർ ഈ പറയുന്ന സുവിശേഷം, ഈ യേശു ക്രിസ്തുവിനെ ഈസയുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ സുവിശേഷത്തെ അവർ അംഗീകരിക്കും. അതുകൊണ്ട് സഫറിംഗ് മശിഹ ആയിട്ട് ഈ എതിർ ക്രിസ്തുവിന്റെ ഈ മതസിസ്റ്റത്തെ ഇവർ അംഗീകരിക്കും. ഇത്ര മുറിവേറ്റിട്ടും എത്ര യുദ്ധം നടന്നിട്ടും ഒരുപക്ഷെ ന്യൂക്ലിയർ വാർ തന്നെ സംഭവിച്ചിരുന്നിരിക്കും. ഇതെല്ലാം സംഭവിച്ചാലും ഈ മുറിവേറ്റ മൃഗം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ആ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവത്തിൽ നിന്നാണ് ഈ ക്രിസ്തുവിനോട് ഇവർ താരതമ്യപ്പെടുത്തുന്നത്. അപ്പൊ യഹൂദന്മാർ പെട്ടെന്ന് ഇതിൽ വീണുപോകും. യോഹന്നാൻ 5:41 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ: ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. ഈ വചന പശ്ചാത്തലം എന്ന് പറയുന്നത് യേശുക്രിസ്തു യഹൂദ ശിഷ്യന്മാരോടായി പറയുന്നത്. നിങ്ങൾക്കുള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. കാരണം എന്താ? വന്ന മശിഹയെ അവർ അംഗീകരിച്ചില്ല. ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. യേശുക്രിസ്തു വന്നത് യഹോവയുടെ നാമത്തിൽ, യാഹുവേ. അത് ഞാൻ മുന്നോട്ട് വിശദീകരിക്കുന്നുണ്ട്. യഹോവയുടെ നാമത്തിൽ വന്നവനെ, പിതാവിന്റെ നാമത്തിൽ വന്നവനെ ആര് കൈക്കൊള്ളുന്നില്ല? യഹൂദജനം തള്ളിക്കളഞ്ഞു. എന്നാൽ സ്വന്തം നാമത്തിൽ വന്നു, എങ്ങനെ സ്വന്തം നാമത്തിൽ വന്നവനെ കൈക്കൊള്ളും? സ്വന്തം നാമത്തിൽ വന്നവനെ യഹൂദന്മാർ കൈക്കൊള്ളില്ല. പക്ഷെ ഇതിന്റെ അനുകരണത്തിലാണ് വരുന്നത്. ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് അവർ അംഗീകരിക്കുന്നത്. സ്വന്തം നാമത്തിൽ വരുന്ന അല്ലാഹ് എന്ന നാമം പിതാവിന്റെ, യഹോവയുടെ നാമമല്ല. അതിനൊക്കെ കൂട്ടിക്കെട്ടാൻ വേണ്ടി ഇവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അറബി ബൈബിളിൽ അല്ലാഹ് എന്നാണല്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നതൊക്കെ ഉള്ളത്. അത് പ്രോപ്പർ നെയിം അല്ല. അത് ഇപ്പം മലയാളത്തിൽ ദൈവം എന്നുള്ളതിനെ പൊതുനാമമായിട്ടാണ് അംഗീകരിക്കുന്നത്. അല്ലാഹ് എന്ന നാമം
ഹിന്ദിയിൽ വരുമ്പോൾ വരില്ല. യാഹ്വേ എന്നുള്ളത് യഹോവ എന്ന് മലയാളത്തിൽ നമ്മൾ വേഗത്തിൽ പഠിക്കുന്നുണ്ട്. എന്നാൽ 1600 വർഷത്തോളം ഈ നാമം എവിടെയും കണ്ടിട്ടില്ല, അല്ലാഹ് എന്ന നാമം. ഓക്കെ, അപ്പൊ ഇത് സിമിലാരിറ്റിയാണ്, അതായത് അനുകരണമാണ്. പിതാവിനെ അനുകരിച്ചുകൊണ്ടാണ് വരുന്നത്, പിതാവിന്റെ നാമമല്ല. യാഹ് എന്ന നാമത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാല് ലാ ഇലാഹ ഇല്ല യഹോവേ എന്ന് ഇവർ പറയില്ല. അത് പറയാൻ കഴിയില്ല, കാരണം അത് സ്വന്തം നാമത്തിൽ വന്നിരിക്കുകയല്ലേ. അപ്പോ അതാണ് യഹൂദന്മാർ വീണു പോകുന്ന ഒരു ഭാഗം. ഇനി എവിടെ നിന്നാണ് എതിർ ക്രിസ്തു വരുന്നത്? ഉൽപ്പത്തി 49 വരെ, ദാൻ ഏതൊരു ഇസ്രായേലി ഗോത്രവും പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും, പുറത്ത് കയറിയവൻ മലർന്നു വീഴും. ദാനെ, നിന്റെ ദൈവത്താണ്, ബേർഷേബ മാർഗത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ശമര്യയുടെ അകൃത്യത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവർ വീഴും, ഇനി എഴുന്നേൽക്കുകയുമില്ല. ദാൻ എന്ന ഗോത്രത്തിന് പിതാവ് യാക്കോബ് അനുഗ്രഹം കൊടുക്കുമ്പോൾ അതൊരു അനുഗ്രഹം എന്ന് പറയാൻ പറ്റില്ല. ദാൻ ഏതൊരു ഇസ്രായേൽ ഗോത്രം സ്വജനത്തിന് ന്യായപാലനം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു സാത്താന്യ സ്വഭാവം, ദാൻ വഴിയിൽ ഒരു പാമ്പും. അപ്പൊ കുഞ്ഞാടിന് കൊമ്പുള്ളതുപോലെ കൊമ്പുള്ള സാത്താൻ കയറി വരുന്നു. ആദ്യം ഞാൻ പഠിച്ചല്ലോ, കുഞ്ഞാടിന് കൊമ്പുള്ളതുപോലെ കരുതുന്നു, മഹാസർപ്പം എന്ന പോലെ സംസാരിക്കുന്നു. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും. കണക്ഷൻ കണ്ടോ? ഇനി എന്തുകൊണ്ടാണ് ദാൻ ഗോത്രത്തിൽ വരുന്നത്? യഹൂദൻ ഒരു യഹൂദ മശികയാ കാത്തിരിക്കുന്നത്. പക്ഷെ മിക്സഡ് ആകും, അല്ലെങ്കിൽ ജാതികളുമായിട്ട് കലർന്നിട്ടുണ്ട് എന്ന് യഹൂദൻ ബോധ്യമുണ്ട്. അപ്പൊ ജാതികളിൽ നിന്ന് ഒരു മശിഹ വന്നാലും യഹൂദൻ അംഗീകരിക്കും. അവരങ്ങനെ, അവരുടെ റബ്ബിമാർ അങ്ങനെ തന്നെയാ പഠിപ്പിക്കുന്നത്. അപ്പൊ ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും. യഹൂദ പശ്ചാത്തലം കണക്ട് ചെയ്യുന്നത് ഈ ദാൻ ഗോത്രവുമായിട്ടാണ്. ഇത് സിറിയയിലും ഇറാഖിലും ഇറാനിലുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഈ സിറിയയില് IS ഉദയം കൊള്ളുന്ന സമയത്ത് അവിടെ യുദ്ധം രൂക്ഷമായപ്പോൾ ഒരു ഗോത്രം, അത് ഒരുപക്ഷെ ലോസ്റ്റ് ട്രൈബ് ആയിട്ടുള്ള ഈ ദാൻ ഗോത്രമാകാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അന്ന് മലയാള മനോരമയിൽ ഞാനൊരു ഇത് വായിച്ചു, ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു, എനിക്ക് അതിന്റെ ഡേറ്റോ കാര്യങ്ങളോ ഓർമ്മയില്ലാത്തതുകൊണ്ട് കിട്ടിയില്ല. ഇപ്പോഴും ഒരു ഗോത്രം, ഒരു ചെറിയ ഗോത്രം, ഈ യഹൂദ പശ്ചാത്തലമുള്ള ഗോത്രം ഈ സിറിയ ഇറാഖ് അതിർത്തിയിലുണ്ട്. ഞാൻ എന്റെ ന്യൂസ് വായിച്ചു, ഒരുപാട് സെർച്ച് ചെയ്ത് കിട്ടാനില്ല. അവർ ചെറുപ്രായത്തിൽ കുട്ടികളെ വിവാഹത്തിന് ഏൽപ്പിക്കുകയും ചെറുപ്രായത്തിൽ തന്നെ തമ്മിൽ വിവാഹം കഴിക്കുകയും അവരുടെ ചുറ്റുവട്ടമുള്ള ജാതികളുമായിട്ട് വിവാഹം ബന്ധം ഏർപ്പെടുത്തുകയും ചെയ്തിട്ട് പോകുന്ന ഒരു ലോസ്റ്റ് ട്രൈബ് അവിടെ ഉണ്ട്. ഞാൻ മുൻപ് വായിച്ച ഒരു കാര്യമാണ്, ഞാനിപ്പോൾ തെളിവായിട്ട് കൊടുത്തിട്ടില്ല. സോ ഇവിടെ രേഖപ്പെടുത്താൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും ആകുന്നു. അപ്പൊ എതിർ ക്രിസ്തു വരുന്നത് ദാൻ ഗോത്രത്തിനാണ്. ദാനെ ദൈവത്താണ്. അതിന്റെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ മുദ്രയേറ്റവരുടെ എണ്ണത്തെ കുറിച്ച് പറയുമ്പോൾ, മുദ്രയേറ്റവരുടെ എണ്ണം, ഇസ്രായേൽ ഗോത്രത്തിൽ മുദ്രയേറ്റ് ദൈവം സംരക്ഷിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ആ കൂട്ടം ജനത്തിൽ ഈ ദാനെ കുറിച്ച് പറയുന്നില്ല, ദാൻ ഗോത്രത്തെ കുറിച്ച് പറയുന്നില്ല. കാരണം അവരെ മുദ്രയെ ഏൽപ്പിച്ച് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അവർ എതിർ ക്രിസ്തുവിന്റെ പക്ഷത്ത് ചേർന്ന് കഴിഞ്ഞു. അവർക്ക് സ്പെഷ്യൽ സംരക്ഷണം വേണ്ട, അവരിൽ നിന്ന് എടുക്കാനൊന്നുമില്ല. അവർ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് എതിർ ക്രിസ്തുവിനും ഈ കള്ളപ്രവാചകനായി വെളിപ്പെടുത്തി നിൽക്കുന്ന ഈസയെയും. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഒരു സർപ്പവുമാകുന്ന ആ സർപ്പത്തിൽ നിന്നാണ്, ആ സർപ്പത്തെ സപ്പോർട്ട് ചെയ്യാണ് എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ, ഈസ. ഈ പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എതിർ ക്രിസ്തു, മഹാസർപ്പം, കള്ളപ്രവാചകൻ, ഈ പിതാപുത്ര പരിശുദ്ധാത്മാവ് എന്നുള്ള ട്രിനിറ്റി പറയുന്ന പോലെ തന്നെ സാത്താനും ഒരു ട്രിനിറ്റി അവിടെ രൂപപ്പെടുകയാണ്. എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ, പിന്നെന്താണ് മഹാസർപ്പം. ഈ മഹാസർപ്പം എന്നുള്ളത് ദാൻ ഗോത്രം അതുമായിട്ട് കീഴ്പ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് പിന്നെ രക്ഷപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഖുറാനിലെ കുറച്ച് സൂറത്തുകളും അതിന്റെ ഒരു സിമിലാരിറ്റി പറയാനാണ് വേണ്ടിയാണ്. ഖുറാൻ 3:59 തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ ഈസയുടെ ഉമ്മ
ആദാമിന്റെ ഉപമ പോലെയാകുന്നു. ആദാമിനെ മണ്ണിൽ നിന്ന് അവൻ സൃഷ്ടിച്ചു, പിന്നീട് അതിനോട് ഉണ്ടാകുമെന്ന് പറഞ്ഞു, അപ്പോൾ അവൻ ഉണ്ടായി. അപ്പോൾ ആദമിനെ ഉണ്ടാക്കിയതുപോലെയാണ് ആരുണ്ടാക്കിയിരിക്കുന്നത്? യേശു ക്രിസ്തുവിനെയും ഉണ്ടാക്കി. യേശു ക്രിസ്തു സൃഷ്ടിയാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. സൊഹീഹ് ബുഖാരി വാല്യം 4 പുസ്തകം 55 അൻബിയ പ്രവാചകന്മാർ ഹദീസ് നമ്പർ 3445 അർത്ഥവും വിവരണവും താഴെ നൽകുന്നു. ഉമ്മർ വിവേചനം ചെയ്യുന്നു. പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടു, ക്രിസ്ത്യാനികൾ മറിയമിന്റെ മകനെ ഈസാ നബിയെ അതിരുകടന്ന് പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ അതിരുകടന്ന് പുകഴ്ത്തരുത്. ഞാൻ അല്ലാഹുവിന്റെ ഒരു ദാസൻ മാത്രമാണ്. അതിനാൽ അല്ലാഹുവിന്റെ ദാസൻ എന്നും അവന്റെ റസൂൽ ദൂതൻ എന്നും എന്നെ വിളിക്കുക. യേശു ഇറങ്ങി വരികയും മുസ്ലിങ്ങളുടെ നേതാവിനൊപ്പം നമസ്കരിക്കുകയും ചെയ്തതായി പറയുന്നു. അതിന്റെ ഖുർആൻ 44:157 അവർ അവനെ കൊന്നില്ല, അവർ അവനെ ക്രൂശിച്ചിട്ടുമില്ല എന്ന് വ്യക്തമായി പറയുന്നു. പകരം അവർക്ക് അങ്ങനെ തോന്നിക്കപ്പെട്ടു, സദൃശ്യമുണ്ടാക്കി എന്ന് പറയുന്നു. ഇസ്ലാമിക ലോകത്ത് തന്നെ യേശുക്രിസ്തുവിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഒരു വ്യക്തത കൊടുക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അഹമ്മദീയ വിഭാഗം എന്ന് പറഞ്ഞിട്ട് വിഭാഗം, അത് അഹമ്മദീയ വിഭാഗത്തെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കുന്നുമില്ല. അവരെ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലുന്നുണ്ട്. അവർ പറയുന്ന യേശുക്രിസ്തു കാശ്മീരിൽ വന്ന് പെണ്ണ് കെട്ടി കുട്ടികളായിട്ട് ജീവിച്ചിട്ട് അവിടെ മരിച്ച് അടക്കപ്പെട്ടു എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്ന ടീമുണ്ട്. യേശുക്രിസ്തുവിന് പകരം ഒരാളെ സ്വർഗത്തേക്ക് ഉയർത്തിയെന്നും പകരം ഒരാളെ ഉയർത്തിയിട്ട് ഇവർക്ക് അതുപോലെ തോന്നിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. സോ യേശുക്രിസ്തുവിന്റെ ഉയർത്തിരുന്നതിനെ സംബന്ധിച്ച് അവർക്ക് വിവിധ അഭിപ്രായങ്ങളാണ്. അതിൽ തന്നെ അവർക്കൊരു ഒറ്റ തീരുമാനത്തിൽ എത്തുവാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ബൈബിൾ എന്താണ് പറയുന്നത്? യോഹന്നാൻ 8:44 ഞാൻ മുമ്പ് വായിച്ചാണ്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങൾ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ബോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ബോഷ്ക്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. ഞാനും സത്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. അപ്പൊ നമ്മൾ പറയുന്ന സുവിശേഷം ഇന്ന് യഹൂദന്മാർ കൈക്കൊള്ളുന്നില്ല. ഈ കുരുത്തോല പെരുന്നാളൊക്കെ നടത്തി ഈ റോമൻ കത്തോലിക്ക വിശ്വാസികളെ അവിടെ പെരുന്നാളൊക്കെ ആഘോഷിക്കുമ്പോൾ യഹൂദന്മാരെ ഈ തീഷ്ണത കൊണ്ട് ഈ വിഗ്രഹാരാധികളെ കാണുമ്പോൾ പോയി തുപ്പുകയും ആട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ഒരു തീഷ്ണത ക്രിസ്ത്യാനികൾക്കാണ് വേണ്ടത്. കാരണം വിഗ്രഹാരാധനയോട് ഇവർക്ക് ചേർന്ന് നിൽക്കാൻ കഴിയില്ല. പക്ഷേ വിഗ്രഹാരാധന ഇവർ വെറുത്തു. പക്ഷെ രക്ഷകനായി വന്ന യേശുവിനെ മശിഹയെ ഇവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ നിങ്ങൾ പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അപ്പൊ സാത്താന്റെ ഒരു സ്വഭാവത്തെ കുറിച്ച് യേശു പറയുന്നത്, അവൻ കുലപാതകനായിരുന്നു, അവന് സത്യമില്ലായ കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നില്ല. അവൻ ബോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നു. സാത്താന്റെ ഒരു സ്വഭാവമാണ്. അല്ലാഹു എന്നൊരു കഥാപാത്രം, മുഹമ്മദ് എന്നൊരു കഥാപാത്രം, ഈസ എന്നൊരു കഥാപാത്രം, ഇതൊക്കെ ഈ സ്വന്തത്തിൽ നിന്ന് സ്വന്തമായി അവര് വാർത്തെടുത്ത ഒരു കഥയാണ്. അതിനെ വിശുദ്ധ ബൈബിളിലെ സത്യവുമായി കൂട്ടിക്കെട്ടി കുറച്ച് കഥാപാത്രങ്ങളെ കോപ്പിയടിച്ചു. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ രക്ഷാ പദ്ധതിയെ പൂർണ്ണമായിട്ട് അങ്ങ് തള്ളിക്കളയാണ് ഖുർആൻ അതാ ചെയ്യുന്നത്. അപ്പൊ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന്, അവനെ മരിച്ചതിൽ നിന്ന് ഉയർത്തുന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷാ പദ്ധതി പൂർണ്ണമായിട്ട് അങ്ങ് തള്ളിക്കളയാണ്. മരിച്ചിട്ടുമില്ല, ഉയർത്തെഴുന്നേറ്റുമില്ല, ദൈവമല്ല, പൂർണ്ണമായിട്ട് അങ്ങ് തള്ളിക്കളയും. അപ്പം ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതിനുള്ള കാരണം എന്ന് പെരുമാറി ലോകം ദൈവത്തിന് വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ട വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു.
അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവൻ അത്രേ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ലോകമോ അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ട വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചം സാക്ഷ്യം പറയുന്നവൻ അത്രേ. ആര്? യോഹന്നാൻ. ഏത് മനുഷ്യനെയും പ്രകാശിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു. എവിടെ വന്നു? യഹൂദന്മാരിലേക്ക് വന്നു. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല, യഹൂദന്മാർ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. കണ്ടത് പിതാവിനെയാണ്. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അധികാരം കൊടുത്തു. ദൈവമാണ് വന്നിരിക്കുന്നത്. യോഹന്നാൻ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. സൃഷ്ടിക്ക് മുൻപേ, ഉലകത്തിന് മുൻപേ, ഈ പ്രപഞ്ചത്തിന് മുൻപേ ആരുണ്ട്? യേശുണ്ട്. യേശു ക്രിസ്തു മുസ്ലിം ആണെന്ന് ഈ വിഭാഗം പറയുന്നുണ്ട്. യേശു ക്രിസ്തു മുസ്ലിമാണ്. ഞാൻ പറഞ്ഞില്ലേ, അർദ്ധസത്യം. ദൈവത്തെ അനുകരിക്കുക. ആട്ടിൻകുട്ടിയുടെ വേഷം ധരിക്കുന്ന ചെന്നായി, കൊടിയ ചെന്നായി. പ്രവൃത്തി കൊണ്ടും ഫലം കൊണ്ടും തിരിച്ചറിയാം. അവർക്ക് കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും തടിച്ച ഹൃദയവും ഒക്കെ ദൈവം ഇപ്പൊ വെച്ചിരിക്കുക. അത് ഇസ്രായേലിനൊന്ന് പാകപ്പെടുത്താനാണ്. പിന്നെ ദൈവം തന്നെ ഈ സിസ്റ്റത്തെ ഒടിച്ചു കളയുന്ന ഒരു സമയം വരും. ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംവിധാനത്തിനോ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾക്ക് ഇതൊന്നും തകർക്കാൻ കഴിയില്ല. ഈ ജിഹാദിന് വിളിക്കുന്നത് അള്ളാഹു ആണെന്ന് അവർ വിശ്വസിക്കുന്നത്, യഹോവയാണ്. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിതാവ് മരിച്ചവരെ ഉയർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതാ. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. അപ്പൊ പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞവനെ നമസ്കരിച്ചു. അപ്പൊ പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച് പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. യേശു ക്രിസ്തുവിന്റെ ദൈവത്തെ തള്ളിക്കളയുന്നതോടുകൂടി പിതാവിനെയും തള്ളിക്കളയുന്നു. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിക്കുന്ന പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ന്യായം വിധിക്കുന്നത് കർത്താവാണ്. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കണം. പിതാവിനെ ആരാധിക്കുന്ന പോലെ പുത്രനെ ആരാധിക്കണം. പിതാവിനെ നമസ്കരിക്കുന്ന പോലെ പുത്രനെ നമസ്കരിക്കണം. വ്യക്തമാണ്. ഇനി ഞാൻ ഇതില് ഒരു ചെറിയൊരു പോർഷൻ ഒന്ന് മാറി ചിന്തിക്കുകയാണ്. അത് നിങ്ങൾ എൻ്റെ കൂടെ വന്ന് നിങ്ങൾക്ക് ഒന്ന് പഠിക്കാൻ വേണ്ടിയാണ്. യേശു സ്വയം താൻ ദൈവമെന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ? അതെ, ഉണ്ട്. ഈ ഇസ്ലാമിക സ്കോളേഴ്സ്, സാക്കിർ നായിക്ക്, MM അക്ബർ പോലുള്ളവരൊക്കെ കേരളത്തിൽ കിടന്ന് ചോദിച്ച, അല്ലെ ഇപ്പോഴും ഈ മദ്രസയിൽ പഠിച്ചിരിക്കുന്ന ഇസ്ലാം മത സഹോദരങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്, യേശു സ്വയം ദൈവമെന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇതാരും എടുത്ത് പറയുന്നത് ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കോട്ട് ചെയ്യുന്നത്. അതെ, ഉണ്ട്. എവിടെയാണ്? യോഹന്നാൻ 12:13 അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ചു വീണ്ടും ഇരുന്നു അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ? നിങ്ങൾ എന്നെ, കേട്ടോ, യേശു ഡയറക്റ്റ് പറയുകയാണ്, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഞാൻ എങ്ങനെ ആകൊണ്ട്? പിതാവിന്റെ നാമമാ പറയുന്നത്, കർത്താവ്, യാഹുവേ, അഡോണായ്, ഗ്രീക്കിൽ കുരിയോസ് എന്ന് പറയുന്ന ഈ വാക്ക് എടുത്ത് കർത്താവ് യേശു തന്റെ വായ കൊണ്ട് പറയാം. അതെ, നിങ്ങൾ എന്നെ പിതാവെന്നും, കർത്താവിന്റെ നാമമാണ് കർത്താവ്, അഡോണായ്, യാഹുവേ. ഹീബ്രുവിൽ യാഹുവേ അല്ലെ യഹോവ. അത് ഞാൻ മുന്നോട്ട് തെളിയിക്കുന്നുണ്ട്.
കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. അതെ, ശരിയാണ്. പിതാവ് ദൈവം, നിങ്ങൾ എന്നെ വിളിക്കുന്നത് ശരിയാണ് എന്ന് തന്റെ വായ കൊണ്ട് ഓപ്പണായിട്ട് പറയല്ലേ. അതെ, ഞാനാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് ഡയറക്റ്റ് പറയല്ലേ. ഇതിലും വലിയൊരു തെളിവാണോ? ഇതാരും കോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാനും പിതാവും ഒന്നാകുന്നു, അബ്രഹാമിന് മുൻപേ ഞാനുണ്ട്, ഉൽപ്പത്തിക്ക് മുൻപേ ഞാനുണ്ട്, യോഹന്നാൻ 17-ാം അധ്യായം ഒക്കെ എടുത്ത് വീശുന്നത് കാണാം. പക്ഷെ ഇത് കർത്താവ് ഡയറക്റ്റ് പറയാണ്, അതെ നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ പാസ്റ്ററും ഇവാഞ്ചലിസ്റ്റും ആണോ? അതേന്ന് ചോദിച്ചാൽ ആണെന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അതെ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞ അതിലും വലിയൊരു സ്റ്റേറ്റ്മെന്റ് വേണോ? പിന്നെ വളരെ വളരെ വ്യക്തമാണ് ഈ വിഷയം. ഞാനതൊരു ചാർട്ടായിട്ട് രേഖപ്പെടുത്തി. അതായത് ഈ നാമങ്ങളുടെ യാഹ് എന്നുള്ളത് പിതാവ ദൈവത്തിന്റെ നാമം. ഷുവാഹ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. ഷുവാഹ്, ദൈവം മനുഷ്യനായി പിറന്നവൻ, അതാണ് യേശു. സ്വയംഭൂവായ നാമം യാഹ്വേ, YHWH എന്നുള്ള ഹീബ്രു പദം, അത് യാഹ്വേ. അതിന്റെ ഗ്രീക്ക് പദമാണ് കുറിയോസ്, KIIRIOS. മലയാള ഭാഷ യഹോവ, കർത്താവ്, യജമാനൻ, നാഥൻ, അഡോൻ. അതായത് യഹോവ എന്നുള്ള പദം ഇവർക്ക് ഭയഭക്തി കൂടുതലായിട്ട് എഴുതുന്നതിനുള്ള ഭയഭക്തി കൂടുതലായിട്ട് അവർ അതിന് പകരം കൊടുത്തൊരു വാക്കാണ് അഡോണായി. അതിന് ക്രിയോസ് എന്ന് തന്നെയാണ് ഗ്രീക്കിൽ കർത്താവ്. സർവശക്തനായ ദൈവം എലോഹീം. തിയോസ് എന്ന വാക്കാണ് ഗ്രീക്കിൽ ദൈവം. പിതാവ് അബ്ബ എന്നുള്ള വാക്കാണ് അബ്ബ. പാറ്റർ, പിതാവ്, അത് ഗ്രീക്കിൽ പാറ്റർ എന്നാണ്. അഭിഷിക്തൻ, മെസ്സിയ, ക്രിസ്റ്റോസ്, മഷിഹ, ക്രിസ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ വളരെ വ്യക്തമാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എന്നെ കർത്താവെന്നും ഗുരുവെന്നും വിളിക്കുന്നു. അതെ, ഞാൻ അങ്ങനെ തന്നെയാണ്, ഞാൻ അങ്ങനെ ആകുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനിയൊരു വിശദീകരണത്തിന്റെ ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല. ഇനി നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹമെങ്കിൽ റിപ്പീറ്റ് കാണുക, അപ്പൊ മനസ്സിലാവും. വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാനാണ് വിട്ടുപോകുന്നത്. ഇത് ഖുർആന്റെ ഒരു ഭാഗങ്ങളാണ്. സൂറത്ത് തൗബ. ദൈവത്തിന് പുത്രൻ എന്ന് പറയുന്ന സങ്കല്പത്തെ കഠിനമായി വിമർശിക്കും. അത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ദൈവത്തിന്റെ ശാപവും കോപവും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. യഹൂദന്മാർ പറഞ്ഞു ഉസൈർ, എസ്ര ദൈവപുത്രനാണ്. ക്രൈസ്തവർ പറഞ്ഞു മസീഹ്, ഈസ, യേശു ദൈവപുത്രനാണ്. അത് അവരുടെ വായ കൊണ്ട് പറയുന്ന വാക്ക് മാത്രമാണ്. അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു, നശിപ്പിച്ചിരിക്കുന്നു. എങ്ങോട്ടാണ് അവർ പോകുന്നത്? സൂറത്ത് തൗബ 9:30. സൂറത്തുൽ അൻഅം. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവാകുന്നു അവനൊരു അനുജാരി, കൂട്ടുകാരി ഇല്ല ഇതിരിക്കുക. അവന് എങ്ങനെ ഒരു കുട്ടി ഉണ്ടാകും? എല്ലാ വസ്തുക്കളെയും അവനാണ് സൃഷ്ടിച്ചത്. അവൻ സകല കാര്യങ്ങളെ പറ്റിയും അറിയുന്നവനാകുന്നു. സൂറത്തിൽ ജിന്ന്. ഞങ്ങളുടെ രക്ഷിതാവിന്റെ മഹിമ ഉന്നതമാകുന്നു. അവനൊരു കൂട്ടുകാരിയോ ഭാര്യയോ മകനോ സ്വീകരിച്ചിട്ടില്ല. കൂട്ടുകാരി ഉണ്ടെങ്കിലേ അള്ളാഹുവിന് മക്കളുണ്ടാകൂ. ദൈവത്തിന്റെ അടിസ്ഥാന ഗുണങ്ങൾ എന്താണെന്ന് പോലും അവർക്ക് അറിയില്ല. സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അടിസ്ഥാന ബേസാണത്. സർവശക്തനായ ദൈവത്തിന് ഒരു കൂട്ടുകാരി ഉണ്ടെങ്കിലേ കുഞ്ഞുണ്ടാവുമെന്ന് അവർക്ക് കാരണം അവരുടെ ദൈവത്തിന് ആ ഒരു സർവശക്തി ഇല്ല. പക്ഷെ അത് ബൈബിളായിട്ട് കൂട്ടിക്കെട്ടിയിട്ട് കാര്യമില്ല. സൂറത്ത് മറിയം. ദൈവത്തിന് പുത്രൻ എന്ന് പറയുന്നത് പ്രകൃതിയെപ്പോലും നടുക്കുന്ന വലിയൊരു അപരാധമാണെന്ന് ഖുർആൻ വിവരിക്കുന്നു. പരമകാരുണികന്റെ ഒരു പുത്രനെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങേയറ്റം ഭീകരമായ ഒരു കാര്യമാണ്. അത് നിമിത്തം ആകാശങ്ങൾ പൊട്ടിപ്പിളരുവാനും ഭൂമി പിളർന്നു പോകുവാനും പർവ്വതങ്ങൾ തകർന്നു വീഴുവാനും അടുക്കുന്നു. പരമകാരുണികളുടെ പുത്രനുണ്ടെന്ന് അവർ വാദിച്ചതിനാൽ പർവ്വതങ്ങളൊക്കെ പൊട്ടിച്ചിതറി പോകുന്നു. ഇതെങ്ങനെയൊന്ന് പറഞ്ഞ, കാരണം അതിനുള്ള സർവശക്തി ആ ദൈവത്തിനില്ല. അദ്ദേഹം ഇനി രസകരമായ ഒരു സംഭവം കൂടെ അവർ പഠിപ്പിക്കുന്നതാണ്. അദ്ദേഹം മഹദിയുടെ പിൻപിൽ നിന്ന് പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുക? മുഹമ്മദ് പറഞ്ഞു, തുറന്ന് മറിയമിന്റെ മകൻ ഈസ യേശു ഇറങ്ങി വരും. അപ്പോൾ മുസ്ലിങ്ങളുടെ നേതാവ് അദ്ദേഹത്തോട് പറയും, വരൂ, ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകൂ. എന്നാൽ അദ്ദേഹം പറയും, അല്ല, നിങ്ങൾ തന്നെ പരസ്പരം നേതാക്കളാണ്. അല്ലാഹു ഈ സമൂഹത്തിന് നൽകിയ ആദരവ് നിമിത്തമാണ് അദ്ദേഹം അങ്ങനെ പറയുന്നു പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട് ഈ ഇമാം മഹദിക്ക് എന്ത് ചെയ്യും? യേശുക്രിസ്തു അനുവാദം കൊടുക്കുന്നു. അവരുടെ യേശുക്രിസ്തു അല്ല, ഈസ. ഹി വിൽ പ്രേ ബിഹൈൻഡ് മഹദി. ഇമാം മഹദിയുടെ പുറകിൽ നിന്നുകൊണ്ട് യേശു നമസ്കാരം നിർവഹിക്കുന്നു. ആ ജെറുസലേമിന്റെ മുകളിൽ ഇറങ്ങി വരുന്നു പറയുന്നുണ്ട്.
ദമസ്കസിൽ വരുന്നും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ അഗാപ്പെ, ദൈവത്തിന്റെ അത്യുന്നതമായ സ്നേഹത്തെ തള്ളിപ്പറയുകയാണ് ഈ എതിർ ക്രിസ്തുവിന്റെ ശക്തി. സിസ്റ്റം. യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹത്തെ അപ്പാടെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞു. നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ കാണിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ് കാൽവറി ക്രൂശിലെ യേശു ക്രിസ്തുവിന്റെ പരമ ബലിയായ മരണം. അപ്പൊ ഈ മരണത്തെ, ഈ തിരുസ്നേഹത്തെ എന്ത് ചെയ്യാണ്? തള്ളിക്കളയാണ്. പുത്രനുണ്ടാകാൻ കഴിയില്ല പോലും. അങ്ങനെ പറഞ്ഞങ്ങ് തള്ളിക്കളയും. റെവലേഷൻ 11 അതിന്റെ വെളിപ്പാട് 11 7 8 9 12 വരെയുള്ള 7 മുതൽ 12 വരെ വാക്യം. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായ സോദം എന്നും മിസ്രയീം എന്ന് പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവർ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. 3 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നി നിന്ന് അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. ഇത് 2 സാക്ഷികൾ ഇസ്രായേൽ ജനത്തിനൊരു ബോധം കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ അവരെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ അവർ ആകാശത്തു നിന്ന് തീ ഇറക്കി ദുഷ്ടന്മാരെ കൊന്നുകളയുന്ന ഒരു സമയമുണ്ട്. ഈ സമയത്ത് ഈ ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ ഇവരെ കൊന്നുകളയാനാണ് സാധ്യത. ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ ആരെ കൊന്നുകളയും? ഇവർക്ക് സാക്ഷ്യം പറയാൻ വരുന്നവരെ കൊന്നുകളയും. അതാണ് ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. മൃഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സർപ്പം കുഞ്ഞാടിന് ഉള്ളതുപോലെ കൊമ്പുണ്ട്. ഇവരുടെ വിചാരം മശിക വന്ന് ഇമാം മഹദി വെളിപ്പെട്ട് മശിക വന്നാണ് ഇത് തകർത്ത് തങ്ങളെ ആകാശം തീയിറക്കി കൊന്നവരെ കൊല്ലുന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അല്ല. അപ്പൊ ആകാശത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തിയൊക്കെ കാണിച്ചാണ് ഇത് തെളിയിക്കുന്നത്. അപ്പൊ യഹൂദന്മാർക്ക് കൂടുതൽ വിശ്വാസമാവും. പക്ഷെ ഈ യഹൂദനെ കൊല്ലുക എന്നുള്ളത് രക്ഷകൻ ജഡപ്രകാരം ജനിച്ച ഒരു വിഭാഗം, ഈ യഹൂദ വിഭാഗത്തെ കൊന്നു മുടിക്കുക എന്നുള്ളത് ഇവന്റെ എഴുതപ്പെട്ട അലിഖിതമായ ഒരു സംഭവമാണ്. അപ്പൊ അതിനുവേണ്ടി ഇവരെത്ര സമാധാന ഉടമ്പടിയിൽ എത്തിയാലും അവന്റെ സ്വഭാവം വെളിപ്പെടും. ഇത് ബൈബിളിന്റെയും ഖുർആൻ പഠിപ്പിക്കുന്നതുമായിട്ടുള്ള 2 വ്യത്യാസമാണ്. ഒന്നാമത്തെ വിവരം ഈസ ഇറങ്ങി വരുന്ന എവിടെയാണെന്നുള്ളതാണ്. പ്രവാചകൻ പറഞ്ഞു, ദജ്ജാൽ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് അല്ലാഹു മറിയമിന്റെ മകനായ മസീഹിനെ അയക്കും. അദ്ദേഹം ദമസ്കസിന്റെ കിഴക്കൻ ഭാഗത്തുള്ള വെള്ളമിനാരത്തിന് സമീപം 2 മലക്കുകളുടെ ചിറകുകളിൽ കൈകൾ വെച്ച് 2 മഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇറങ്ങി പഴകും. തല താഴ്ത്തുമ്പോൾ തുള്ളികൾ ഇറ്റിറ്റു വീഴുന്നത് പോലെയും പിന്നീട് അദ്ദേഹത്തിന്റെ ശ്വാസം എത്തുന്നിടത്തോളമുള്ള ഏതൊരു സത്യനിഷേധിയും മരണപ്പെടും. തുടർന്ന് അദ്ദേഹം ദജ്ജാലിനെ തേടിപ്പോവുകയും ലുദ് കവാടത്തിൽ വെച്ച് അവനെ കണ്ടെത്തുകയും അവനെ വധിക്കുകയും ചെയ്യും. ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇത് സിമിലാരിറ്റി കുറച്ച് ചെറിയ മാറ്റം വരുത്തിയിരിക്കുന്നത്. അതായത് അവന്റെ ശ്വാസം, ഈസാനബിയുടെ ശ്വാസം എത്തുന്ന സത്യനിഷേധികളെല്ലാം മരിക്കുന്നതാണ്. അതായത് മുസ്ലിങ്ങൾ അല്ലാത്ത എല്ലാവരും മരണപ്പെടും. ഈ മുസ്ലിം സമുദായത്തെ അംഗീകരിക്കാത്ത, ഈ മതത്തെ അംഗീകരിക്കാത്ത എല്ലാവരും മരണപ്പെടും. ആരാ കൊല്ലുന്നേ? ഈസ വന്ന് കൊല്ലും അവന്റെ ശ്വാസം കൊണ്ട്. ഇത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എതിർ ക്രിസ്തു അല്ലെങ്കിൽ ഈ ഇമാം മഹദി യേശുക്രിസ്തുവിന്റെ പേരും ഈ കള്ളപ്രവചനങ്ങളും ഈ നുണയുടെ സുവിശേഷം എല്ലാം പറഞ്ഞു വന്നിട്ട് ഈ ഇസ്രായേലിനെ വഞ്ചിച്ച് അവരെ ക്രൂര കൊലപാതകങ്ങൾ നടത്തി അവർ യേശുക്രിസ്തുവിനെ മശിഹയായിട്ട് ദൈവമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കുന്ന സമയത്ത് അവർ കുത്തിയവങ്കിലേക്ക് നോക്കും, അവർ നിലവിളിക്കും. അപ്പോൾ ദൈവം യേശുക്രിസ്തു എന്ത് ചെയ്യും? ഇസ്രായേലിന് അനുകൂലമായിട്ട് ഇറങ്ങി വരികയും അവന്റെ വായുടെ ശ്വാസത്താൽ അവരെ എല്ലാം ഒടുക്കി കളയുകയും ചെയ്യും. ഇത് പ്രവാചക പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ കോട്ട് ചെയ്തിട്ടില്ല. അപ്പോ ആ വചനത്തെ അതുപോലെ എടുത്തിട്ട് ചെറിയൊരു മാറ്റം വരുത്തി എന്ത് ചെയ്തു? അവർക്ക് അനുകൂലമാക്കി. ആർക്ക്?
ഇസ്ലാമിക സമൂഹത്തിന്. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തെ അനുകരിക്കുവാൻ അർദ്ധസത്യം ഉപയോഗിക്കുകയാണ് ഇവിടെ സാത്താൻ. പഴയ പാമ്പ് പുതിയൊരു കുപ്പിയിലാക്കി, സെയിം സിസ്റ്റമാണ്. രണ്ടാമത്തെ വിവരം അവിടെ പറയുന്നുണ്ട്, ഞങ്ങളോട് പ്രസംഗിക്കും, അതിനാൽ ഭൂരിഭാഗവും ദജ്ജാലിനെ കുറിച്ചായിരുന്നു. ഉമ്മു ഷരീക ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ ആ സമയത്ത് അറബികൾ എവിടെയായിരിക്കും? പ്രവാചകൻ പറഞ്ഞു, അന്ന് അവർ എണ്ണത്തിൽ കുറവായിരിക്കും, അവരിൽ ഭൂരിഭാഗവും ബൈത്തുൽ മഖ്ദിസിൽ ആയിരിക്കും, അതായത് ജെറുസലേമിലായിരിക്കും. അവരുടെ ഇമാം നല്ലൊരു മനുഷ്യനായിരിക്കും. അവരുടെ ഇമാം എന്ന് പറഞ്ഞാൽ ഇമാം മഹദി. പ്രഭാത നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ അദ്ദേഹം മുന്നോട്ട് വരുമ്പോൾ മറിയമിന്റെ മകൻ ഈസ ഇറങ്ങി വരും. ഈസ എന്ന് പറഞ്ഞാൽ അവര് അറിയാലോ, മുൻപിലേക്ക് നിർത്താൻ ഈസ വരുമ്പോ മുൻപിലേക്ക് ക്ഷണിക്കും. ആര് ക്ഷണിക്കും? ഇമാം മഹദി ക്ഷണിക്കും. എന്നാൽ അവർ പിന്നോട്ട് മാറും. എന്നിട്ട് യേശു അദ്ദേഹത്തിന് തോളിൽ കൈവച്ച് പറയും, നിങ്ങൾ തന്നെ നമസ്കാരത്തിന് നേതൃത്വം നൽകുക, കാരണം ഇഖാമത്ത് നിങ്ങൾക്കാണ് വിളിക്കപ്പെട്ടത്. അങ്ങനെ ഈ ഇമാം ജനങ്ങൾക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകും. തുടർന്ന് ഈസാ നബി നീതിമാനായ ഭരണാധികാരിയായിരിക്കും. അദ്ദേഹം കുരിശ് ഉടയ്ക്കുകയും പന്നിയെ വധിക്കുകയും ജിസ്ന ഇല്ലാതാക്കുകയും ചെയ്യും. സമ്പത്ത് ധാരാളമാകുന്നതിനാൽ സ്വതക്ക സ്വീകരിച്ച് ആരുമുണ്ടാകില്ല. പരസ്പരം ശത്രുതയും വിദ്വേഷവും ഇല്ലാതാകും. വിഷപ്പാമ്പുകളുടെ വായിൽ ചെറിയ കുട്ടി കൈയിടും. സക്കരിയ പ്രവാചന്റെ ഇതിലാണെന്ന് തോന്നുന്നു, രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിൽ ചെറിയ കുട്ടി കൈയിട്ടാലും അപകടമൊന്നും സംഭവിക്കില്ല. വെള്ളം പാത്രത്തിൽ നിറയുന്നത് പോലെ ഭൂമി സമാധാനം കൊണ്ട് നിറയും. യുദ്ധങ്ങൾ അവസാനിക്കും. കണ്ടോ, വഞ്ചനയാണിത്. ചെറിയ കുട്ടി പൊത്തിൽ അണലിപ്പൊത്തിൽ കൈയിടും. ഈ രണ്ട് വചനം ഞാനിവിടെ കോട്ട് ചെയ്തിട്ടില്ല. അത് ആ ബൈബിളിനെ കോപ്പി പേസ്റ്റ് ചെയ്താണ്, അതിനെ മാറ്റി. അതാ ഞാൻ പറഞ്ഞ അർദ്ധസത്യമാണ് ഈ കൊടുക്കുന്നത്. ഇമാം മഹദി നേതൃത്വം കൊടുക്കും, യേശു ക്രിസ്തു ബാക്കോട്ട് മാറി നിൽക്കും, നിങ്ങൾ തന്നെ നമസ്കരിക്കാൻ പറയും. ഓക്കെ, യേശു മരിച്ചിട്ടില്ല, മരിക്കാത്ത യേശുവാണ് ഇറങ്ങി വരുന്നത്. ഇവിടെ യേശു ക്രിസ്തു ഇറങ്ങി വരുന്നത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മഹാദൈവമായിട്ടാണ് ഇറങ്ങി വരുന്നത്. ആ യേശു ക്രിസ്തു അവന്റെ വായുടെ ശ്വാസത്താൽ ഇസ്രായേലിനെതിരെ ചുറ്റുവട്ടമുള്ള ജാതികൾ മുഴുവൻ പീസ് ട്രീറ്റിയിൽ ഒന്നിച്ച് ഇവനെതിരെ യുദ്ധം ചെയ്ത് ഇപ്പോ ലോകത്തിൽ നിന്ന് തുടച്ചു കളയാം, നശിപ്പിച്ചു കളയാം, കത്തിച്ചു കളയാം എന്നുള്ള ആർത്തിയോടെ വരുമ്പോൾ അവരെയാണ് കൊന്നുകളയുന്നത്. അവർ നോക്കി നിൽക്കെ അവരുടെ കണ്ണിന്റെ തടത്തിൽ നിന്ന് കണ്ണഴുകിപ്പോ ഒരു ന്യൂക്ലിയർ വാറൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. സൂക്ഷിച്ച് പഠിച്ചാലേ ഇത് മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളും ക്രൈസ്തവ പെൺകുട്ടികളും ഒക്കെ ഈ ലൗകികത്തിലൊക്കെ പെട്ടുപോകുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ശരിയല്ലേ. പിന്നെ ഇവരുടെ സ്വർഗം ബൈബിൾ പറയുന്നതിനെല്ലാം ഓപ്പോസിറ്റും. ഇപ്പൊ നല്ല സുഖമാണ്. സക്കറിയ 14:4 അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. അതിനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത് ജെറുസലേമിൽ നിൽക്കുമെന്നും ഡമസ്കസിൽ ഇറങ്ങി വരും എന്നൊക്കെ പറയുന്നത്. കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ട് മറ്റേ പാതി തെക്കോട്ട് വാങ്ങിപ്പോകും. ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഗലാത്യർ 1:8 എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശാപിക്കപ്പെട്ടവൻ. 2 കൊരിന്ത്യർ 11:14 സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ഇത് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻസ് ഈസയെ അംഗീകരിക്കാത്തത്? അംഗീകരിക്കാത്തതിന്റെ വചനത്തിൽ നിന്നാണ് മറുപടി പറയുന്നത്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. സ്വർഗത്തിൽ നിന്നൊരു ദൂതനായി അവസാന പ്രവാചകനായി വന്നവൻ മുഹമ്മദ് ആണെന്നും ആ മുഹമ്മദ് പറയുന്നത് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല. അതിന്റെ കാരണം എന്താണ്? എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത്, അപ്പോസ്തലന്മാർ അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ, ദൂതൻ വന്നാലും വിശ്വസിക്കുന്നു പറയാൻ കാരണം എന്താണ്? കൊരിന്ത്യരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. അപ്പോ വെളിച്ചദൂതനുണ്ട്, പക്ഷെ വെളിച്ചദൂതന്റെ വേഷം കെട്ടിയിട്ട്, പ്രച്ഛന്ന വേഷവും കെട്ടിയിട്ട് സാത്താൻ വന്നിട്ട് ഞാനാണ് വെളിച്ചദൂതൻ, ഞാൻ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞിട്ട് വരും. എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് നബിയുടെ കഴുത്ത് കുത്തിപ്പിടിച്ചിട്ട് ഇറാ ഗുഹയിൽ വെച്ചിട്ട് പറയുകയാണ് വായിക്കടാ വായിക്കടാ എന്ന്. വെളിച്ചദൂതൻ വന്നതാ. ഏത് വെളിച്ചദൂതൻ? സാത്താൻ. ഒരിക്കലും ദൈവമല്ല, ദൈവത്തിന്റെ ദൂതനല്ല, സത്യദൈവമായിട്ട് ബന്ധമില്ല.
അപ്പൊ സ്വർഗത്തിന് ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം, പുതിയൊരു സുവിശേഷം, അതാണ് അവരുടെ സുവിശേഷം. മിഷ്കുത്തുൽ മസീഹ്, അതിന്റെ റെഫറൻസുകളൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നത്. മറിയമിന്റെ മകൻ ഈസ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും വിവാഹം കഴിക്കുകയും അദ്ദേഹത്തിന് കുട്ടികളുണ്ടാകുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്, ഒരു വിഭാഗം മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് മിഷ്കാത്തുൽ മസീഹ്, അത് ഈ ഇവരുടെ ഖുറാനും അതുപോലെ ഹദീസ്, ഈ ഹദീസുകൾക്ക് എന്താണ്, അതിന് സ്ഥാനമില്ല, അതിന് ബലമില്ല എന്നൊക്കെ പറഞ്ഞാൽ തള്ളിക്കളയാണ് ചെയ്യുന്നത് ഒരു വിഭാഗം മുസ്ലിങ്ങൾ. ഇബ്നു കസീർ, അൽ ഖുർത്തുബി എന്നിവർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഇത് ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഇനി ഭൂമിയിൽ വന്ന് പെണ്ണും കെട്ടി കുട്ടികളുമായി പിന്നീട് മരിച്ച് അടക്കപ്പെടുന്നവരെയുണ്ട്. അതായത് ഭൂമിയിലേക്കുള്ള വരവ് നീതി നടപ്പിലാക്കാൻ. സുഹീഹ് മുസ്ലിം 2937. വിവാഹവും കുടുംബവും, ഭൂമിയിൽ വിവാഹം കഴിക്കുകയും സന്താനം ഉണ്ടാകുകയും ചെയ്യും. ഒരു വിഭാഗം മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല. മിഷ്കാത്തുൽ മസാബീഹ്, ജീവിതകാലം, മടങ്ങി വരുന്നതിന് ശേഷം 40 വർഷം അല്ലെങ്കിൽ 45 വർഷം ജീവിക്കും, ഇവിടെ ജീവിക്കും, 45 വർഷം ഭൂമിയിൽ ജീവിക്കും. നമ്മൾ 1000 വർഷം കർത്താവിനോട് കൂടെ ഇസ്രായേൽ മക്കൾ ഈ ലോകത്തെ ന്യായം വിധിച്ച് നടത്തുകയും കർത്താവിന്റെ ഹൃദയത്തിന്റെ മർമ്മമായി സഭ വെളിപ്പെടുകയും ചെയ്യുന്ന ഒരു സമയം. അപ്പോൾ 1000 വർഷം കർത്താവ് ഭൂമിയെ ഭരിക്കും, 1000 years, മില്ലേനിയം ഇയേഴ്സ്. ഓക്കെ. മരണവും കബറടക്കവും, മരണശേഷം മദീനയിൽ പ്രവാചകൻ മുഹമ്മദിന്റെ അരികെ അടക്കം ചെയ്യപ്പെടും. എന്താണ്, എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അടക്കപ്പെടും, ഒരു മനുഷ്യനെ പോലെ അടക്കപ്പെടുന്നു. യേശുക്രിസ്തു ദൈവമല്ല. എങ്ങനെയുണ്ട്? കലഹവും കൊലയും ഹേതുവായി തടവിലായവനെ അവരുടെ അപേക്ഷ പോലെ വിട്ടുകൊടുക്കുകയും യേശുവിനെ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. ബറബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. അപ്പൊ കൊല്ലും കൊലയും ഉള്ളവനെ മതി ഞങ്ങൾക്ക്, നീതിമാനായ യേശു ഞങ്ങൾക്ക് വേണ്ട. യഹൂദന്മാര് അന്ന് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ പറഞ്ഞപ്പോ എന്ത് ചെയ്തു? ബറബാസിനെ വിട്ടുകൊടുത്തു. ഇതുപോലെയാണ് കൊല്ലും കൊലയും കൊലപാതകവും അസമാധാനവും വിതയ്ക്കുന്ന ഒരു ഇടയൻ അവർ സ്വീകരിക്കും. ബറബാസിനെ സ്വീകരിച്ച പോലെ, യേശുവിനെ തള്ളിക്കളഞ്ഞതുപോലെ. പക്ഷെ അതിൽ വേദനയുടെ അതികൊടൂരമായ വേദന. ഇപ്പൊ കുഞ്ഞുങ്ങളെയൊക്കെ ഓമലിലിട്ട് കത്തിച്ച് കൊന്ന് ആസ്വദിച്ച് ഒക്ടോബർ 7 തീവ്രവാദ വിഭാഗം കയറി ആക്രമിച്ച് 2500 പേരാണ് കൊന്നപ്പോ അതിക്രൂരമായിട്ട് ഗർഭാത്രത്തിൽ അകത്ത് കിടക്കുന്ന കുഞ്ഞിനെ വരെ കീറിയെടുത്ത് കഴുത്തെടുത്ത് കൊന്നു വരെ ഉള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതൊന്നുമല്ല, ഇതിലും വലുതിനി സംഭവിക്കാനും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം എന്താ? കൊലപാതകനായവനെ അവർക്ക് വിട്ടുകൊടുക്കാൻ അവർ ചോദിച്ചു, നീതിമാനായവനെ ക്രിസ്തുവിനെ അവർ എന്ത് ചെയ്തു? ക്രൂശിച്ചു. എന്നതുപോലെ ഇന്ന് ഇവർ സ്വീകരിക്കുന്ന ഒന്ന് ഇതുപോലെ ആയിരിക്കും. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവന് വഴിയിൽ നിന്നും നീങ്ങിപ്പോക മാത്രം വേണം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. 2000 വർഷം മുൻപ് തുടങ്ങിയതാ. അത് ഒരു 600 വർഷം കഴിഞ്ഞപ്പോൾ പ്രബലപ്പെട്ടു. ഇപ്പൊ അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലാണ്. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്തിൽ നശിപ്പിക്കും. അപ്പുറത്തെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് അല്ലേ? കണ്ടോ? അദ്ദേഹത്തിന്റെ ശ്വാസം എത്തുന്നിടത്തോളം ഏതൊരു സത്യനിഷേധിയും മരണപ്പെടും. ദജ്ജാലിനെ കൊല്ലാൻ വരുമ്പോ മുസ്ലിങ്ങൾക്കെതിരെ നിൽക്കുന്നവരെല്ലാം ശ്വാസം അയച്ചു കൊല്ലുന്നു ഈസ. എന്നാൽ ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്ന എന്താ? അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി. അധർമ്മമൂർത്തി തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. ഇസ്രായേലിന് വേണ്ടി ചെയ്യുന്ന സംഭവം അത്. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറുക മാത്രം വേണം. പരിശുദ്ധാത്മാവ് ഇപ്പൊ തടുക്കുന്നവനായിട്ട് ഇടയിലുണ്ട്. ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും, അവൻ നിങ്ങളെ സകല സത്യത്തിൽ വഴി നടത്തും. ആ വാക്തത്വ പ്രകാരം സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇപ്പൊ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അതിന്റെ ഫുൾ മൂർധന്യ അവസ്ഥയിൽ ഇവൻ വെളിപ്പെട്ട് വരാത്തത്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷ നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ വെളിപ്പെടും. അത്ഭുതങ്ങളോടും കൂടെ വെളിപ്പെടും. അത്ഭുതം, അടയാളം, വിരുപ്രവൃത്തിയൊക്കെ ഈ പറയുന്ന ഇമാം മഹദിയും ഈസാ നബിയുടെ പേരിലൊക്കെ ചെയ്യും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായെങ്കിൽ തന്നെ അങ്ങനെ ഭവിക്കും. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത, കണ്ടോ കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണ്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം.
യഹൂദന്മാർക്കുള്ളൊരു വ്യക്തമായ മുന്നറിയിപ്പാണിത്. കള്ളക്രിസ്തുക്കൾ വരുമ്പോൾ സഭയ്ക്കും ഇത് പ്രയോജനപ്പെടും. ഞാൻ ആദ്യം വെളിപ്പെടുത്തിയില്ല. എന്നാൽ യഥാർത്ഥ എതിർ ക്രിസ്തു കള്ളപ്രവാചകൻ ഇസ്ലാമിക് സിസ്റ്റത്തിൽ വരുമ്പോൾ യഹൂദൻ അംഗീകരിക്കുകയാണ്. അവര് പൊറുക്കില്ല, അവരെ സ്വീകരിക്കും. ബറബാസിനെ സ്വീകരിച്ചതുപോലെ, കൊലപാതകനായവനെ സ്വീകരിച്ചതുപോലെ. വിശ്വാസത്യാഗം സംഭവിക്കും. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും വരുത്. അപ്പൊ വല്ല ആത്മാവിനാലോ വചനത്താലോ, ഏത് വചനത്താൽ? വല്ല ആത്മാവിനാലോ, സാത്താന്റെ ആത്മാവിനാൽ, വചനത്താലോ. സാത്താൻ എഴുതി വെച്ചിരിക്കുന്ന ഖുർആൻ അല്ലെങ്കിൽ ഹദീസ് വചനങ്ങൾ സാത്താന്റെ വചനങ്ങളാണ്, ദൈവത്തിന്റെ വചനങ്ങളല്ല. വല്ല ആത്മാവിനാലോ, ഏതാണ് സാത്താന്റെ ആത്മാവ്? ആട്ടിൻകുട്ടിയുടെ രൂപം ധരിച്ച് കയറി വരുന്ന മഹാസർപ്പം, ജാതികളുടെ ഇടയിൽ നിന്ന് കയറി വരുന്ന കള്ളപ്രവാചകൻ ഇമാം മഹദി, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത്, എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താൽ സുബോധം വിട്ട് വേഗത്തിലേക്ക് പോവുകയും ചെയ്യരുത്. വിശ്വാസത്യാഗം സംഭവിക്കും. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. യഹൂദന്മാർ യാഹുവയെ തള്ളിക്കളയും. അല്ലാഹുവിനെ സ്വീകരിക്കുന്ന ഒരു സമയം വരും. മുഹമ്മദിനെ അംഗീകരിക്കുന്ന ഒരു സമയം വരും. പലപ്പോഴും അവരുടെ യഹൂദ റബ്ബിമാർ അല്ലാഹു എന്ന ഏകദൈവ വിശ്വാസം ഏറ്റവും നല്ലതാണെന്ന് പറയുന്ന ഒരുപാട് വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് വ്യാപകമാകുന്ന ഒരു സമയം വരും. അവൻ ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം എന്ന് നടിച്ചു, ദൈവം എന്നോ പൂജാവിഷയം എന്നോ പേരുള്ള സകലത്തിനും തൻ മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എത്രേ. ഈ അനുകരണത്തിൽ ഇവർ വഞ്ചിതരാകും. നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടത് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോൾ വ്യാപരിക്കുന്നു. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്നും നീങ്ങിപ്പോകും മാത്രമേ. ഓക്കെ, ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇസ്ലാമിലെ ഈസയും അതുപോലെ ബൈബിളിലെ യേശുക്രിസ്തുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് അനുകരണമാണ്, അർദ്ധസത്യമാണ്. അനുകരണമാണ്, അർദ്ധസത്യമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾ പരിശുദ്ധാത്മാവിൽ ഈ വചനങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ സത്യം മനസ്സിലാവും. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പഠനം തുടരും. ഇനി എതിർ ക്രിസ്തുവിൻ്റെ 10 രാജ്യങ്ങൾ, എതിർ ക്രിസ്തുവിൻ്റെ മറ്റു പല പഠന മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. തുറന്നും നിങ്ങൾ ഈ മിനിസ്ട്രിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.